ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തരിക്കഞ്ഞൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ഫ്ലേവറിൽ നമുക്ക് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആട്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരക്കപ്പ് അതിൻ്റെ അടുത്ത് അരക്കപ്പിൻ്റെ അടുത്തൊക്കെ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഗോതമ്പ് നുറുക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. കഴുകി നന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ട് തന്നെ കുതിർക്കുക. കുറച്ച് വെള്ളം വന്നിട്ട് അത് കുതിർക്കാനായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഞാനൊരു 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുരു കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ വെള്ളം പറഞ്ഞിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു 3-4 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ മതി. അതൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ പാലെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് തന്നെ മിക്സിയുടെ ജാറെടുത്ത് ഈ വെള്ളം നമ്മൾ കഴുകിയതിന് ശേഷമാണല്ലോ വെള്ളത്തിൽ വെച്ച് വെച്ചത്, ആ വെള്ളത്തോടൊക്കെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നൈസായിട്ടുള്ള ഒരരിപ്പ് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഇതൊന്ന് പാലൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും തരില്ലാതെ തന്നെ അരിച്ചെടുക്കുക. ഞാനിത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഈ കാരക്കൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ കാരക്കൻ്റെ പേസ്റ്റ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒട്ടും അടിയിൽ പിടിക്കരുത് പാല്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ പാലുണ്ടല്ലോ ഗോതമ്പ് നുറുക്കിൻ്റെ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അടിയിലൊട്ടും പിടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ കട്ട പിടിക്കാനും പാടില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇളക്കുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് കട്ട പിടിക്കും, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ടാവും. അത് തിളച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന്. നമുക്കതിലേക്ക് നമ്മൾ കാരക്കൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതും ഇളക്കിക്കൊണ്ട് തന്നെ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷുഗർ ഇല്ലാതെ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള പാല്, തേങ്ങയുടെ പാല് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ആ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ഷുഗർ ഇടാതെ എടുത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മധുരമില്ലാത്ത എടുത്ത് വെക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ ആവശ്യത്തിന് മാത്രം മധുരം ഇട്ട് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. നമ്മളിതൊന്ന് വറവിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ റൈസിൻസും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവിട്ടെടുക്കാം കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്